റാന്നിയിലെ UDF സ്ഥാനാർത്ഥി പഴകുളം മധു പോറ്റിയെ കയറ്റിയെ പാട്ടുപാടി ശബരിമല വീണ്ടും പ്രചാരണ രംഗത്ത് സജീവമാക്കുകയാണ് ഇപ്പോൾ UDF. രാവിലെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ റിമാൻഡിൽ അകത്തു പോകേണ്ടി വന്ന നേതാക്കൾക്കെതിരെ CPM എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ഉയർത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് പോറ്റിയെ കയറ്റിയെ പാട്ട് വീണ്ടും പാടുന്നത്. പ്രചാരണം നടത്തിയതിലെ തനിക്കെതിരായ പരാതി, അതിന് പിന്നിൽ CPM ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമാണ് എന്താണ് UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ ഒരു പ്രതികരണം. സ്വർണ്ണക്കൊള്ള ഇനിയും ഉന്നയിക്കും, ഇനിയും പാടും, ഒരു മതവികാരവും വ്രണപ്പെടുത്തിയിട്ടില്ല എന്നും പഴകുളം മധു പറഞ്ഞു. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിണ്ടനമൂറ്റിയേ സ്വർണ്ണപ്പാളികൾ അവർക്ക് നേരിടുന്ന തിരിച്ചടി, ജനങ്ങളുടെ പ്രതികരണം കൊണ്ട് അവർ നിരാശരായിരിക്കുന്നു. അപ്പൊ എന്നെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ കുടുക്കി എന്നെ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്താനുള്ള ഗൂഢശ്രമമാണ് ഇടതുമുന്നണിയും അവരുടെ സ്ഥാനാർത്ഥിയും CPM പാർട്ടിയും ഒക്കെ കൂടി നടത്തുന്ന ഒരു ഗൂഢതന്ത്രമാണ്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും നടത്തിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള മതചിഹ്നങ്ങളല്ല, അയ്യപ്പനെയോ ദൈവങ്ങളെയോ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതാണ് മതചിഹ്നങ്ങൾ. ഇത് എവിടെങ്കിലും ഒരു ക്രൈം നടന്നാൽ ആ ക്രൈമിനെതിരെ പ്രതികരിക്കുക, സമരം ചെയ്യുക, അത് പ്രസംഗിക്കുക, അതൊക്കെ പറഞ്ഞാൽ അതിലെന്ത് അപരാധമാണുള്ളത്? CPM പാർട്ടിക്ക് കാലിടറിയിരിക്കുന്നു. സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിണ്ടനമൂറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിണ്ടനമൂറ്റിയേ പോറ്റിയേ കേട്ടിയേ സ്വർണ്ണപ്പാളി. പഴകുളം മധുവാണ് പോറ്റിയെ കയറ്റി എന്ന പാട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് ആലപിക്കുന്നത്. അതിനെതിരെ പരാതി വരുന്നു. പഴകുളം മധുവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, എപ്പോഴായിരുന്നു ഈ പാട്ട്? ഇപ്പോൾ ശബരിമല വീണ്ടും സജീവമാക്കാം. ആദ്യം ഡീൽ ആരോപണം വലിയ തോതിൽ സജീവമാക്കിയിരുന്നു പ്രചാരണ രംഗത്ത് പ്രതിപക്ഷം. അതിന് പിന്നാലെയാണ് വീണ്ടും ശബരിമല വിഷയം കൂടി ഉന്നയിക്കപ്പെടുന്നത്. ഈ പാട്ടും അതിനെ തുടർന്നുള്ള മറ്റ് പരാതി ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങളും എന്താണ്? സ്ഥാനാർത്ഥി പരിഗണനത്തിന്റെ 3-ാം ദിവസമാണ് UDF സ്ഥാനാർത്ഥി പഴകുളം മധു സ്വീകരണ യോഗങ്ങളിൽ മറുപടി പ്രസംഗം നടത്തുന്നതിനിടെ പാട്ട് പാടിയത്. ഒപ്പമുണ്ടായിരുന്ന UDF കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ പാട്ട് ഏറ്റുപാടുന്ന സ്ഥിതിയുണ്ടായി. ഇത് മാധ്യമങ്ങളിൽ വാർത്തയായി വന്നതോടുകൂടിയാണ് പരാതിയുമായി നേരത്തെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാട്ട് സജീവ ചർച്ചയായ വേളയിൽ ആദ്യം പരാതിയുമായി പോയ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആൾ തന്നെയാണ് ഇക്കുറിയും പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത്. പാട്ട് ഹൈന്ദവരുടെ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നുള്ള ആരോപണമാണ് പ്രസാദ് കൂലിക്കാല ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം പാട്ടിൽ മതചിഹ്നങ്ങൾ അടക്കമുള്ള ഏതെങ്കിലും സൂചനകൾ ഇല്ല. അതിനാൽ തന്നെ മതവികാരങ്ങൾ വ്രണപ്പെടുന്നില്ല. അതേസമയം ഉണ്ടായ സംഭവത്തെ, അതിന്റെ യാഥാർത്ഥ്യം പാട്ടിലെ വരികളിൽ കൂടി പാടുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് പഴകുളം മധുവിന്റെ വിശദീകരണം. അതിനാൽ തന്നെ പാട്ട് ഇനിയും പാടും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ റാന്നി മണ്ഡലം, ശബരിമല ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ പാട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യമായി തന്നെ ഒരു പ്രചരണ ആയുധമായി എത്തിച്ചേരുകയാണ്. മറ്റിടങ്ങളിലും ശബരിമല പ്രധാനപ്പെട്ട വിഷയമായി കോൺഗ്രസ് നേതൃത്വം ഉയർത്തിക്കാണിക്കുന്നുണ്ട്. അതുവഴി വലിയ തോതിൽ അയ്യപ്പ ഭക്തരുടെ അനുകൂല സമീപനവും ഒപ്പം തന്നെ വോട്ടും ലഭിക്കുമെന്നുള്ളതാണ് UDFന്റെ പൊതുവായ പ്രതീക്ഷ. പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിൽ തടയാൻ ആവശ്യമായ നിയമപരമായ നടപടികൾ മുൻപ് സ്വീകരിച്ചതുപോലെ തന്നെ ഇടതുപക്ഷം അതിനുള്ള സാധ്യതകൾ തേടുകയും ചെയ്യും.